രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. 1950-ൽ രാജ്യത്ത് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസത്തിന്റെ അടയാളമാണ് റിപ്പബ്ലിക് ദിനാഘോഷം. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിവസം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15-ന് രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു പിന്നാലെ പ്രവിശ്യ അസംബ്ലികളിൽ തിരഞ്ഞെടുത്ത ഒരു ഭരണഘടനാ അസംബ്ലി രാജ്യത്തിനായി ഒരു ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തിരുന്നത്. അംബേദ്കറെയാണ് നാം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്ന് വിളിക്കുന്നത്. കമ്മിറ്റി ഒരു കരട് ഭരണഘടന തയ്യാറാക്കി 1947 നവംബർ 4-ന് ഭരണഘടനാ അസംബ്ലിക്ക് സമർപ്പിച്ചു. നിരവധി ആലോചനകൾക്കും തിരുത്തലുകൾക്കും ശേഷം നിയമസഭയിലെ 308 അംഗങ്ങൾ 1950 ജനുവരി 24-ന് ഈ കരട് രേഖയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കയ്യെഴുത്ത് പകർപ്പുകളിൽ ഒപ്പുവെച്ചു. 2 ദിവസത്തിന് ശേഷം, അതായത് ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതേ ദിവസം ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥാനമേൽക്കുകയും ചെയ്തു. വ്യത്യസ്ത ജാതികളും മതങ്ങളും പശ്ചാത്തലങ്ങളും നിറങ്ങളുമുള്ള ആളുകൾ ഈ ദിവസം ദേശീയത എന്ന ഒറ്റ നൂലിൽ ഒന്നിച്ചു കോർത്തെടുത്ത മുത്തുകൾ പോലെ ചേരുന്നു. വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നമ്മുടെ പൂർവികരുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും സ്വാതന്ത്ര്യവാജ്ഞയെയും ഓർമ്മിക്കാനും ആഘോഷിക്കാനും ഈ ദിവസം നമ്മെ ഒരുമിച്ച് ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.